Hi all, welcome back to Tech Malayalam. ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലാണെങ്കിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലാണെങ്കിലും ഒരുപാട് ക്യാമറ ആൻഡ് ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. നിങ്ങളിൽ മിക്ക ആളുകളും ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ യുക്യാം, കാൻഡിക്യാം, B612, അതുപോലെ പിക്സാർട്ട്, ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇന്നിപ്പം പ്ലേ സ്റ്റോറിലായാലും ആപ്പ് സ്റ്റോറിലൊക്കെ ആയാലും അവൈലബിൾ ആണ്. മുൻപ് ഫോട്ടോ എഡിറ്റിംഗിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു പ്രിസ്മ. ന്യൂറൽ നെറ്റ്വർക്ക് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ഈ ഒരു ആപ്പ് ഫോട്ടോ എഡിറ്റിംഗിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. എന്നാൽ ഇന്ന് ഫോട്ടോഷോപ്പ് ക്യാമറ എന്ന് പേരിട്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ചെയ്ത് ഒരു ഫ്രീ ക്യാമറ ആപ്പ് പുറത്തിറക്കാൻ പോവുകയാണ് അഡോബ് എന്ന സോഫ്റ്റ്വെയർ കമ്പനി. ഫോട്ടോഗ്രാഫിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും അഡോബിന്റെ ഫോട്ടോഷോപ്പ് ക്യാമറ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു ആപ്പ്. അഡോബ് മാക്സ് 2019 ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അഡോബിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ആയ സെൻസൈ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ആപ്പ് പ്രവർത്തിക്കുന്നത്. അതായത് ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്തിൻ്റെ ചിത്രമാണ് എടുക്കുന്നത് എന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് ഫോട്ടോഗ്രാഫറോട് ആ ഒരു ചിത്രത്തിന് പറ്റിയ ഫിൽറ്റർ, ഏത് ഫിൽറ്ററാണ് സ്യൂട്ട് ആവുന്നത് എന്ന് കാണിച്ചു കൊടുക്കുകയും കൂടെ അതിൽ ചെയ്യും. ഈ ഫിൽറ്റേഴ്സിനെ ലെൻസുകൾ എന്നാണ് അഡോബ് വിളിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ആൻഡ് ഇൻഫ്ലുവൻസർമാരൊക്കെ ചേർന്നിട്ടാണ് ഈ ഫിൽറ്റർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫിൽറ്ററുകൾ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സൈൻ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള ഫിൽറ്ററുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ഇതിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓട്ടോ മാസ്കിംഗ് മോഡാണ്. അതായത് ഫോട്ടോ ഫ്രെയിമിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് ചിത്രം എടുക്കുന്ന സമയത്ത് തന്നെ അതിനാവശ്യമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് വരുത്തേണ്ടത് എന്നുള്ളത് ഫോട്ടോഗ്രാഫേഴ്സിനെ അറിയിക്കുക എന്നതാണ് മെയിൻ കാര്യം. സാധാരണ നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ ആവശ്യമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയായിരിക്കുമ്പോൾ ആ ഒരു ഫോട്ടോൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. സോ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഇത്തരം ഫോട്ടോസ് സോഷ്യൽ മീഡിയയിലൊക്കെ ഡയറക്റ്റായിട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ അതിൽ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാനുള്ള ഈ ഒരു ടെക്നോളജി നെക്സ്റ്റ് ജനറേഷൻ ക്യാമറകളിലൊക്കെ ഒരു ഫീച്ചറായിട്ട് വരും എന്ന സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിലും 2020 മാത്രമേ ഇത് നമ്മൾ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിലും ലഭ്യമാവുകയുള്ളൂ. ഇതിൻ്റെ ഈ ഒരു ആപ്പിൻ്റെ ഒരു പ്രിവ്യൂ വേർഷൻ വേണ്ടവർക്ക് അത് സൈനപ്പ് ചെയ്തിട്ട് സൈനപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ അഡോബ് ഒരുക്കുന്നുണ്ട്. പക്ഷേ ഇത് നിശ്ചിത ആളുകൾക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ബൈ.